ഞാൻ ഇവിടെ GP-യുടെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നാടാണ്, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ദുബായ്, ഇവിടുത്തെ മലയാളികളെ നീ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അവിടുത്തെ ഉഷാർ എന്താന്ന് നീ അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തള്ളി വന്നാണ്. നാറ്റിക്കരുത്, ഒന്നും കൂടി കേൾക്കട്ടെ, ദുബായ് മലയാളികൾ എവിടെ? ബാക്കി നമുക്ക് അവിടെ പോയിട്ട് ഗംഭീരാക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത അവാർഡിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് അവാർഡ് ഇസ് ബെസ്റ്റ് ലിറിക് റൈറ്റർ മലയാളം. So to present this award, let me invite Taran Adarsh and Prachi Thailand to the stage. എല്ലാവർക്കും നമസ്കാരം ദുബായ്. So the award goes to Vinayak Sasikumar Parudisa ഭീഷ്മ പർവം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു മലയാളം ഇൻഡസ്ട്രിയുടെ മ്യൂസിക് ഇൻഡസ്ട്രി കീഴടക്കിയ ഒരു ടാലന്റ് തന്നെയാണ് വിനായക്. വിനായക്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ് അലോട്ട്. വീണ്ടും സൈമയുടെ ഈ ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു വരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത്. എൻ്റെ മൂന്നാമത്തെ സൈമയാണ്. ദുബായിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ദുബായ് മലയാളികളുടെ നാടായതുകൊണ്ട് നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഭീഷ്മ പർവ്വത്തിലെ പർദീസ എന്ന് പറഞ്ഞ പാട്ടിനാണ് എനിക്ക് അവാർഡ് തന്നിരിക്കുന്നത്. അപ്പോൾ ഭീഷ്മയിലേക്ക് എന്നെ വിളിച്ച ഭീഷ്മയുടെ ഡയറക്ടർ അമൽ നീരദിന് നന്ദി പറയുന്നു. ഈ പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാം, സുഷിന് നന്ദി പറയുന്നു. ഈ പർദീസ എന്നുള്ള വാക്ക് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഈ പാട്ടിൻ്റെ ട്യൂണ് സുഷിൻ ചെയ്തപ്പോൾ ഈ താരാര എന്ന് മാത്രം എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഈ വാക്ക് കിട്ടാൻ വേണ്ടിയായിരുന്നു ഏറ്റവും പാട്. അതാദ്യം അറബിക് വാക്ക് വല്ലതും എഴുതാമെന്ന് പറഞ്ഞ് കുറേ നോക്കി, പിന്നെ സ്പാനിഷ് നോക്കി, ഇംഗ്ലീഷ് നോക്കി, എല്ലാം കഴിഞ്ഞ് തിരിച്ച് മലയാളത്തിലെത്തി. അങ്ങനെയാണ് ഒരു ദിവസം ഈ പർദീസ എന്ന് പറഞ്ഞ ഈ വാക്ക് കിട്ടുന്നത്. ആ വാക്കിലാണ് ഈ പാട്ട് തുടങ്ങുന്നത്. അങ്ങനെ എഴുതി തീർത്തൊരു പാട്ടാണ്. അപ്പോൾ പർദീസ സൂപ്പർ ഹിറ്റാക്കിയ, ഭീഷ്മപർവം സൂപ്പർ ഹിറ്റാക്കിയ എല്ലാ മലയാളികളോടും ഒന്നുകൂടെ നന്ദി പറയുന്നു. സൈമയോടും ഒന്നുകൂടെ നന്ദി പറയുന്നു. താങ്ക്സ് അലോട്ട്. പവിഴമഴയാണെങ്കിലും ആദരാഞ്ജലികൾ നേരിട്ട് ആണെങ്കിലും മലയാളക്കര ഏറ്റെടുത്ത പാട്ടുകളാണ്. എന്താണ് ഈ എഴുതുന്നത് മുഴുവൻ ഹിറ്റാവാനുള്ള മന്ത്രം? എന്താണ് പരിപാടി? നല്ല ആൾക്കാരോടൊപ്പം വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ വരുന്നവരൊക്കെ പാടിപ്പിക്കുന്നുണ്ട്, നോക്കുന്നോ? ഇല്ല, പാടാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധി. പക്ഷേ ഈ പർദീസ എന്നുള്ള പാട്ടിലെ 4 വരികൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പറഞ്ഞിട്ട് നിർത്താം. പാടുന്നോർ പാടട്ടെ കഴിയുവോളം, ആടുന്നോരാടട്ടെ തളരുവോളം, ചേരുന്നോരൊന്നായി ചേരട്ടെ വേഗം, അതിന് കെൽപ്പുള്ള ഭൂമി നിൻ പർദീസ. പാടുന്നവർക്ക് കഴിയുന്നത്രയും പാടാനും, ആടാൻ ആഗ്രഹിക്കുന്നവർക്ക് ആടി തളരുന്നോളം ആടാനും, ഒന്നായി ചേരാൻ ആഗ്രഹിക്കുന്ന 2 പേർക്ക് എത്രയും വേഗം ഒരു തടസ്സവും ഇല്ലാതെ ഒന്നായി ചേരാനും പറ്റുന്ന ഒരു ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയെ നമുക്ക് കണ്ണും പൂട്ടി പർദീസ എന്ന് വിളിക്കാം എന്നാണ് ഈ പാട്ടിൻ്റെ കോൺസെപ്റ്റ്. അത്തരത്തിലൊരു പർദീസ എന്ന് നമുക്ക് നമ്മുടെ തന്നെ ഭൂമിയെ വൈകാതെ വിളിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക്സ് അലോട്ട്. താങ്ക് യു.